നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സ്വർഗതുല്യമായ ആഹ്ലാദം, അവർണ്ണനീയമായ സന്തോഷം. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാകുന്നത് മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോഴാണ്. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ നമ്മിൽ അതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ബിലിന്റെ ജീവിതം കാണുമ്പോഴാണ് എനിക്ക് എൻ്റെ കുറവുകൾ മനസ്സിലാകുക. ബ്ലസ് ചേച്ചിയെ കാണുമ്പോഴാണ് എനിക്ക് ഇത്രയും കുറവുകൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓ തമാശ, നമുക്ക് കാണാം കാട്ടിലെ കൂട്ടുകാർ. വീരം ശൃംഗാരം കരുണം രൗദ്രം വീരം ശൃംഗാരം കരുണം ക്ലാസ് മുറിയിലിരുന്ന് പഠിക്കുന്നതിനേക്കാൾ മനസ്സിലാകുന്നത് ഈ മരച്ചോട്ടിലിരുന്ന് പഠിക്കുമ്പോഴാണ് കേട്ടോ. സാറിന്ന് സ്പെഷ്യൽ ക്ലാസ് ഇവിടെ വെച്ചത് കൊണ്ടാ നമുക്ക് പുറത്തിരുന്ന് പഠിക്കാൻ കഴിഞ്ഞത്. ഗംഭീറിന് ഇത് തീരാ നഷ്ടമായിരിക്കും. അല്ല, അവൻ എന്താ വരാതിരുന്നതാവോ? എന്തെങ്കിലും കാരണം കാണുമെന്നേ. ചിലപ്പോ അവൻ ചിന്തയിലായിരിക്കും. ചിന്തയിലോ? അതേന്ന്, അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ എപ്പോഴും ചിന്തയിലാ. സാറ് പറഞ്ഞത് ഓർമ്മയില്ലേ? ഓ, കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കുമ്പോഴല്ലേ ആ വമ്പൻ സാറിന്റെ പീരീഡിൽ. അത് തന്നെ, അന്ന് സാറ് ഗംഭീറിനെ വഴക്ക് പറഞ്ഞില്ലേ? അത് ശരിയാ. ചിലപ്പോ ആ വിഷമത്തിലായിരിക്കും ഗംഭീർ വരാതിരുന്നത്. വിഷമിച്ചിരുന്നിട്ട് എന്താ? ഗംഭീർ നന്നാവാൻ വേണ്ടിയല്ലേ സാറ് വഴക്ക് പറഞ്ഞത്? അതൊന്നും ഗംഭീറിന് മനസ്സിലായി കാണില്ലെന്നേ. അതൊന്നും അല്ല, ഗംഭീറിന് കാര്യമായ എന്തോ വിഷമമുണ്ട്. എന്തായി? നേരത്തെ പഠിപ്പിച്ചതെല്ലാം പഠിച്ചു കഴിഞ്ഞോ? എല്ലാവരും ഇരിക്കൂ. മക്കളെ, ഇനി നമുക്ക് ചില സാമൂഹിക പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. മക്കൾ വൃദ്ധസദനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട് സാർ. ഈ പ്രായമായ അച്ഛനമ്മമാരെ പാർപ്പിക്കുന്ന സ്ഥലല്ലേ? അതെ, പക്ഷേ അവ പലതും അവരുടെ ഇഷ്ടപ്രകാരമല്ല. പിന്നെങ്ങനാ സാറേ? പറയാം. അച്ഛനമ്മമാരെ മടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന മക്കൾ, മക്കളുടെ പെരുമാറ്റത്തിൽ മനം മടുത്ത് വീട് വിട്ടിറങ്ങുന്നവർ, അവർ റോഡുകളിലും തെരുവുകളിലും അലയുന്നു. അവരെ സന്നദ്ധ സംഘടനകളുടെ ആളുകൾ അനാഥ മന്ദിരങ്ങളും വൃദ്ധസദനത്തിലും എത്തിക്കുന്നു. ഇങ്ങനെയും ആളുകളുണ്ടോ? എല്ലാ മക്കളും അങ്ങനെ ആകണമെന്നില്ല. മാതാപിതാക്കളെ വളരെ സ്നേഹത്തോടെ നോക്കുന്ന എത്രയോ മക്കളുണ്ട്. അതെ സാറേ, എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ലല്ലോ. തീർച്ചയായും. പക്ഷേ നിങ്ങൾ അങ്ങനെയാകരുത്. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന നല്ല മക്കളായിരിക്കണം. തീർച്ചയായും സാർ, ഞങ്ങൾ എന്നും നല്ല കുട്ടികളായിരിക്കും. നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുക, അവരെ സംരക്ഷിക്കുക, അതാണ് നമ്മുടെ കർമ്മം. അറിയാം സാർ, ഞങ്ങൾ എന്നും അവരോട് കടപ്പെട്ടിരിക്കും. ഓക്കെ, എങ്കിൽ മക്കൾ ചെല്ലേ. നാളെ പരീക്ഷയുള്ളതല്ലേ. നന്നായി പ്രാർത്ഥിച്ചിട്ട് ഒരുങ്ങിയിട്ട് വേണം വരാൻ. ശരി സാർ. എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ സാർ. ശരി. അപ്പോ നാളെ കാണാം പപ്പീസ്.
കുറച്ചു ദിവസമായി വലിയ വിഷമത്തിലാണല്ലോ. ഇവൻ ഇത് എന്തു പറ്റി? ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഗംഭീർ കാര്യം പറ, എന്താ നിനക്ക് ഇത്ര വിഷമം? പറ ഗംഭീരെ, എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. എന്തിനാ ഗംഭീർ കരയുന്നെ? കരയാതെ കാര്യം പറയൂ. കൂട്ടുകാരെ, ഞാൻ ശ്ശേ, കരയാതെ ഗംഭീർ, കാര്യം പറ. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. കൂട്ടുകാരെ, ഞാൻ എന്റെ മുത്തശ്ശിയെ കുറിച്ച് ഓർത്ത. മുത്തശ്ശിക്ക് എന്താ പറ്റിയേ? മുത്തശ്ശിയെ കുറച്ച് ദിവസമായി കാണാനില്ല. എന്റെ ദൈവമേ. അയ്യോ, മുത്തശ്ശിയെ കാണാനില്ലെന്നോ? എന്നിട്ട് വീട്ടുകാർ അന്വേഷിച്ചില്ലേ? ആരന്വേഷിക്കാൻ? ഗംഭീറിന്റെ അച്ഛനും അമ്മയും ഒന്നും? അച്ഛൻ വീട്ടിലില്ല, അങ്ങ് ഏഴുമലക്കാട്ടിൽ പണിക്ക് പോയിരിക്കുക. അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ലാതെ കിടപ്പിലുമാ. ഓ, കഷ്ടം. ഗംഭീർ ഇത് എന്തുകൊണ്ടാ ഞങ്ങളോട് പറയാഞ്ഞത്? ഞാൻ വിചാരിച്ചു മുത്തശ്ശി ഇന്നോ നാളെയോ തിരിച്ചു വരുമെന്ന്. പക്ഷേ കാത്തിരിപ്പ് മാത്രം. ആ, ഇരിക്കൂ, ശ്ശേ, ഇരിക്കൂ. സാറ് വരുന്നു. എന്താ പ്രശ്നം? സാറേ, ഈ ഗംഭീർ എന്താ ഗംഭീർ, എന്താണ് പ്രശ്നം? ആ, കരയാതെ കാര്യം പറയൂ. അവൻ വളരെ വിഷമത്തിലാ സാറേ. സാറേ, അവന്റെ മുത്തശ്ശിയെ കാണാനില്ല. കാണാനില്ലെന്നോ? ആ അതെ സാർ, കുറച്ച് ദിവസമായി. എന്താ സംഭവിച്ചത്? മോനെ ഗംഭീർ, ഈ വിഷമത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിലിരുന്നത് അല്ലേ? ആ അതെ സാർ, അവന് വളരെ വിഷമമുണ്ട്. എന്താ ഗംഭീർ എന്നോട് പറയാഞ്ഞത്? ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതിന് കഴിഞ്ഞ ദിവസം വഴക്ക് പറഞ്ഞില്ലായിരുന്നോ? ആ, വിഷമിക്കാതെ, മുത്തശ്ശി എവിടെയാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. സാർ, എവിടെ പോയി അന്വേഷിക്കും? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ചിലപ്പോ അലഞ്ഞു തിരിഞ്ഞു നടന്ന മുത്തശ്ശിയെ വല്ല വൃദ്ധസദനത്തിലോ അനാഥാലയത്തിലോ ആരെങ്കിലും എത്തിച്ചിരിക്കും. അനാഥാലയമോ? ദൈവമേ! വിഷമിക്കാതെ, കരയാതെ. അങ്ങനെ എവിടെയെങ്കിലും എത്തിയാൽ മുത്തശ്ശി സുരക്ഷിതയായിരിക്കും. അതെ അതെ, നീ പേടിക്കണ്ട. നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കും. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ശരി സാർ. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. സാറ് അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? സാർ എന്തായാലും കണ്ടെത്തിക്കോളൂ. അവന്റെ കരച്ചില് കാണുമ്പോഴാ. ആ ദേ, ഗംഭീർ വളരെ സന്തോഷത്തിലാണല്ലോ വരുന്നത്. ദേ, കയ്യില് ലഡു ഉണ്ടല്ലോ. ചിലപ്പോ ഗംഭീറിന്റെ ബർത്ത്ഡേ ആയിരിക്കും. എന്താ എന്താ ഗംഭീരെ, സന്തോഷത്തിലാണല്ലോ. അതെ അതെ, വളരെ സന്തോഷത്തിലാ. ഗംഭീറിന്റെ ബർത്ത്ഡേ ആണോ? ഏയ്, ബർത്ത്ഡേ ഒന്നുമല്ല. പിന്നെന്താ? അതൊക്കെ പറയാം. ദേ, നിങ്ങളിത് കഴിച്ചേ. താങ്ക് യു ഗംഭീർ. വെൽക്കം കബീർ. ദാ മോട്ടു, താങ്ക് യു. കഴിക്കും. ഈ മധുരത്തിന്റെ കാര്യം പറ. എന്റെ മുത്തശ്ശിയെ തിരിച്ചു കിട്ടി. നേരോ? എപ്പോ? മുത്തശ്ശിയെ എങ്ങനെയാ തിരിച്ചു കിട്ടിയത്? വമ്പൻ സാറിന്റെ ഇടപെടൽ മൂലമാ എനിക്ക് എന്റെ മുത്തശ്ശിയെ തിരിച്ചു കിട്ടിയത്. അല്ല, മുത്തശ്ശി എവിടെയായിരുന്നു? വമ്പൻ സാറ് സംശയിച്ചത് തന്നെ സംഭവിച്ചു. എന്ന് വെച്ചാ? ടൗണിൽ അലഞ്ഞു നടന്ന മുത്തശ്ശിയെ ആരോ വൃദ്ധസദനത്തിൽ എത്തിച്ചു. ഭാഗ്യം, വൃദ്ധസദനത്തിൽ എത്തിയത്. അതെ, മുത്തശ്ശി ഒരു കുഴപ്പവുമില്ലാതെ തിരിച്ചെത്തി. എനിക്ക് സമാധാനമായി. ഗംഭീർ, മധുരവിതരണമൊക്കെ നടത്തിയല്ലേ? ഗംഭീർ വളരെ സന്തോഷത്തിലാ സാർ. അതേ മക്കളെ, പ്രായമായ മുത്തശ്ശിമാരെയും അമ്മമാരെയും സ്നേഹിക്കുക. കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുന്നില്ലേ? ഓ സാർ. പ്രായം അത് ഏതൊരാൾക്കും സംഭവിക്കുന്നതാണ്. ഈ സമയം മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരും. പ്രായമായവരെ സ്നേഹിക്കുക, അവരെ സംരക്ഷിക്കുക. അതുവഴി നമുക്ക് ദൈവാനുഗ്രഹമുണ്ടാകും. നമ്മുടെ ജീവിതം ധന്യമാകും. നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ല മനസ്സുകൾ
ഉണ്ടാകുന്നതിന് ഇത്തരം കഥാകാഴ്ചകൾ ഉപകരിക്കും. കഥകളിലെ നന്മകൾ ജീവിതത്തിൽ സ്വീകരിക്കണമെന്ന് മാത്രം. നിറമുള്ള കഥകളും നമുക്ക് സന്ദേശം നൽകും. അതാണല്ലോ ദേവസി സാർ ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം. ചിത്രശാല. ചിത്രശാലയിലേക്ക് പ്രിയ കൊച്ചുകൂട്ടുകാർക്ക് സ്വാഗതം. ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ഇനി തന്നെ കൊണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ മോശ തൻ്റെ പിൻഗാമിയായി ജോഷുവയെ തിരഞ്ഞെടുക്കുന്ന ഒരു ചിത്രമാണ് ഇന്നിവിടെ വരയ്ക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. ജോഷുവ മോശയുടെ പിൻഗാമി. മോശ ഇസ്രായേൽ ജനത്തോട് തുടർന്ന് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്കിപ്പോൾ 120 വയസ്സായി. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. നീ ഈ ജോർദാൻ കടക്കുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ ജോഷുവ നിങ്ങളെ നയിക്കും. കർത്താവ് അമോര്യ രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും അവരുടെ ദേശത്തെയും നശിപ്പിച്ചതുപോലെ ഇവരെയും നശിപ്പിക്കും. കർത്താവ് അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ അവരോട് പ്രവർത്തിക്കണം. ശക്തരും ധീരരുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. അനന്തരം മോശ ജോഷുവയെ വിളിച്ച് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശം കൈവശമാക്കാൻ നീ ഇവരെ നയിക്കണം. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത്. അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട.
നമ്മൾ ഏറ്റെടുക്കുന്ന ജോലികൾ ആത്മാർത്ഥമായി ചെയ്തു തീർക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് ഓരോ സന്ദേശം നൽകുന്നില്ലേ? നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് അയയ്ക്കുക. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത ആഴ്ച നമ്മൾ കാണുന്നത് വരെ, ഇതേ സമയം വീണ്ടും കൂടുന്നത് വരെ പ്രാർത്ഥനാശംസകൾ.